Hey guys, this is me Sneha and welcome back to our channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് മൺസൂൺ കാലഘട്ടത്തിലാണ് അല്ലേ. സോ ഈ മൺസൂണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ മൺസൂണിൽ ഏറ്റവും ആദ്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി പ്രീമിയം ലെവലിലുള്ള ഒരു എന്താ പറയുക ഹെയർ കെയർ റൂട്ടീനാണ്. ഹെയർ കെയർ റൂട്ടീനൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഹെയറിന് ബേസിക്കലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും അധികം, അതായത് നമുക്ക് ഡെഫിനറ്റ്ലി 100% വിശ്വസിക്കാൻ പറ്റുന്ന, ഒട്ടും തന്നെ പാരബിൻ, സിലിക്കൺ, സൾഫേറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള 2 ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മേ ബി ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആട്ടിൻപാൽ അല്ലെങ്കിൽ ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞ സാധനം മിക്ക ആൾക്കാർക്കും അത്ര അങ്ങോട്ട് ഫെമിലിയർ ആയിരിക്കില്ല. മേ ബി കുടിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ ഹെയറിനും ഈ ഒരു ഗോട്ട് മിൽക്ക് എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബേസിക്കലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ 2 പ്രീമിയം പ്രൊഡക്ട്സാണ് കാണിക്കാൻ പോകുന്നത്. പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ നോർമൽ പ്രൊഡക്ട്സ് ഉണ്ടാകും, പക്ഷേ പ്രീമിയം പ്രൊഡക്ട്സിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് അങ്ങോട്ട് ലേറ്റ് ആക്കിക്കുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. സോ വീഡിയോ കാണാം. ഗോട്ട് മിൽക്ക് ആണെന്നുള്ളത് അതിൻ്റെ പ്രീമിയം ആണെന്നും പറഞ്ഞു. സോ പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നോർമൽ പാക്കേജിംഗ് ഒന്നും ആയിരിക്കില്ല അല്ലേ, ഒരു എക്സ്ട്രാ ഓർഡിനറി പാക്കേജിംഗ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇതും ഒരു എക്സ്ട്രാ ഓർഡിനറി പാക്കേജിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത പാക്കേജിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങുള്ള പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും ഷാംപൂ കണ്ടീഷണേഴ്സിനൊന്നും ഒട്ടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാവും. അത് കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബ്യൂട്ടി ഈസ് ബീങ് കംഫർട്ടബിൾ ഇൻ യുവർ സ്കിൻ എന്നുള്ളൊരു കോട്ടുണ്ട്. ആ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം വെറ്റ് ആൻഡ് ഡ്രൈ. ഓക്കെ, സോ അങ്ങനെ ഒരു കോട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ, അതായത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബ്രോഷർ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഉള്ളൊരു ഏറ്റവും അടിപൊളി, ഇതുവരെ ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഷാംപൂ ബാഗ്സിലും കാണാത്തൊരു പാക്കേജിങ്ങിൻ്റെ ഒരു ലെവലാണിത്. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. എന്താണെന്നല്ലേ, ഐ ഷോ യു. ഇതാണ് സംഭവം. ഓക്കെ, ഇതൊരു പൗച്ചാണ്. ഈ ഒരു പൗച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ നമ്മുടെ പ്രോഡക്റ്റ്, ഇതാണ് അവരുടെ പാക്കേജിങ്. നമുക്ക് ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ലീക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു പാക്കേജിങ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ 100% അതെ. കാരണം ഇങ്ങനെ ഒരു പൗച്ചൊന്നും ഒന്നിൻ്റെ കൂടെ നമുക്ക് കിട്ടാൻ പറ്റില്ല. അതും ഷാംപൂ കണ്ടീഷണറിൻ്റെ കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് മിക്ക ബ്രാൻഡ്സും ചെയ്യുന്നത് എന്താ, വെറും ഷാംപൂ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തരും മിക്ക ബ്രാൻഡ്സും അതെ. പക്ഷേ ഇവർ എക്സ്ട്രാ ഓർഡിനറി പാക്കേജിംഗ് ആണ്. ഓക്കെ, സോ നമ്മുടെ പാക്കേജിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. ഈ പ്രോഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നമുക്ക്, കാരണം പ്രീമിയം ആണ്, ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ. ഞാൻ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച എക്സ്പെക്റ്റേഷൻ്റെ അടുത്ത് ഇത് എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പകുതി മാത്രമേ പറയുള്ളൂ. കാരണം ഒരു പ്രീമിയം സാധനത്തിന് വേണ്ട ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഇതിനില്ല. ബട്ട് ബേസിക്കലി ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്, കെമിക്കൽസ് ഫ്രീ ആണ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളൊരു പ്രീമിയം പാക്കേജിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഈ ഒരു സാധനം എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു 50% വരെ എത്തി. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കടന്നു എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും ഇല്ലയെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഷാംപൂ എന്ന് പറയുന്നത് പൊതുവെ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഫോമിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഐ ഷോ യു ദാറ്റ്. ഇത്രയും വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കേണ്ടി വരും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. നമ്മുടെ മുടിയിൽ, ഇപ്പോൾ എൻ്റെ മുടിയിലൊക്കെ ആണെങ്കിൽ തന്നെ നീളമുള്ളത് കാരണം ഒത്തിരി ക്വാണ്ടിറ്റി എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് നൊര, പത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോം വളരെ കുറവാണ്. നമ്മൾ ഇത് മുടിയിലിട്ട ശേഷം നമ്മൾ നല്ലപോലെ ഫോം ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്കിതിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് ആ ഫോം വരുത്താനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം മസാജ് ചെയ്ത് കൊടുത്താലാണ് ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ക്ലെൻസറാണ്. പക്ഷേ
ആ ഒരു പ്രീമിയം ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ വലിയ മണമൊന്നുമില്ല, ഒരു മൈൽഡായിട്ടുള്ള, വളരെ മൈൽഡായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മണക്കത്തുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും അത്രയും കൂടി ഇല്ല. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷണറാണ്. ഓക്കെ, സോ ഈ കണ്ടീഷണർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കണ്ടീഷണർ. ബേസിക്കലി ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കേട്ടോ, കാരണം അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു പാക്കേജിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് ഫീച്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 610 രൂപയാണ് ഫോർ 300 ml എന്ന് പറയുന്നതിന്. അപ്പോൾ 300 ml ഞാൻ പറഞ്ഞത് 610 രൂപ. അത് എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് വേർതിട്ടല്ല, കാരണം 300 ml ഈ ഒരു രൂപയ്ക്ക്, ഇതിലും ചെറിയ രൂപയ്ക്ക് ഇതിലും ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഇതിലും എന്താ പറയുക ഗുണമുള്ള പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞില്ല, പക്ഷേ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഗോട്ട് മിൽക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷണർ. നിങ്ങൾക്ക് കണ്ടീഷണറിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബേസിക്കലി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കണ്ടീഷണർ എങ്ങനെയാണ്, വളരെ തിക്കായിട്ടുള്ളൊരു ഫോം ആയിരിക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷണർ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ സാധാരണ ഒരു കണ്ടീഷണർ എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഫോം ആയിരിക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷണർ എന്ന് പറയുന്നത് അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എന്നെ അപേക്ഷിച്ചത് കിട്ടുമെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ബേസിക്കലി. പക്ഷേ മുടിക്ക് നല്ലതാണ്, ഗോട്ട് മിൽക്കിൻ്റെ പ്രൊഡക്റ്റ് മുടിക്ക് നല്ലതാണ്. പക്ഷേ ഈ ഒരു സാധനം അത്ര വലിയൊരു ഗുണമുണ്ടെന്ന് ഞാൻ പറയില്ല, അതിന് അത്ര മോശമാണെന്ന് വെച്ചാൽ അതും പറയില്ല. കാരണം സൾഫേറ്റ് ഫ്രീ, പാരബിൻ ഫ്രീ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കാരണം കാരണമൊന്നുമില്ല, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്, ഒക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഹാംഫുൾ കെമിക്കൽസിനെല്ലാം ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ യെസ് അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മുടിയുടെ കോലം, ഈ ഒരു മുടി എന്താ പറയുക, ഇത് ഇട്ടിട്ട് ഉള്ള മുടിയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം അത്യാവശ്യം ഫ്രിസി ആയിട്ട് ഇരിക്കേണ്ട മുടി, നല്ല ഫ്രിസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കതൊക്കെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാലേ ഇത് പാർട്ട്ണർഷിപ്പ് വീഡിയോ ഒക്കെ ആകുമ്പോഴേ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് വന്നിട്ട് എന്താ പറയുക, അത്ര എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമായിട്ടില്ല. ഒരു 50-50 എന്നൊക്കെ പറയും, ഒരു 50% 50% എന്നൊക്കെ പറയുന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ അങ്ങനെയെന്നൊക്കെ പറഞ്ഞതൊക്കെ കട്ട് ചെയ്തില്ലേ ശരിയാവില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിഫറെൻ്റ് ആയിട്ടും വെറൈറ്റി ആയിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് നടക്കും കൂടെ എത്തിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.